സാറെ, കാലിഫോർണിയയിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു നഗരമാണല്ലോ, അവിടെ തീപിടുത്തം ഉണ്ടായി. പക്ഷെ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? ഇത് ആളിപ്പടരുകയാണ്. എന്തുകൊണ്ടായിരിക്കും സാധിക്കാത്തത്? കാലിഫോർണിയ സംസ്ഥാനമാണ്. കാലിഫോർണിയ സംസ്ഥാനത്തെ ലോസ് ഏഞ്ചലസ്, അതിൻ്റെ പേരിപ്പോൾ ലോസ് ഏഞ്ചലസ് എന്ന് മാറ്റേണ്ടി വരും. അതുപോലെയാണ്, വലിയ നഷ്ടമാണ്. ഹോളിവുഡ് എന്ന് പറയുന്ന ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച രചനകൾ സൃഷ്ടിക്കപ്പെടുന്ന സ്ഥലത്ത്, അപ്പോൾ അതിലൂടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കൊടുങ്കാറ്റില്ല, കാട്ടുതീയില്ല, പ്രകൃതി ദുരന്തങ്ങളൊന്നുമില്ല, അതിലൂടെ കാണിക്കപ്പെടുന്നതാണ്, അവിടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നമ്മൾ അത്ഭുതം വിടരുന്ന നേത്രങ്ങളോടെ കണ്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം നിർമ്മിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാട്ടുതീയിൽ ഇല്ലാതായത്. ഇതിപ്പോൾ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എല്ലാവിധ അധുനാധുന സൗകര്യങ്ങളുള്ള അമേരിക്കയിൽ എന്തുകൊണ്ട് ഇത് അണയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഈ പ്രദേശത്ത് മഴ എന്ന് പറയുന്ന ഒരു സാധനം പെയ്തിട്ടില്ല. കാടിപ്പോഴും ഉണ്ട്. അപ്പോൾ കാടിൻ്റെ അവസ്ഥയൊന്ന് ഊഹിച്ചു നോക്കാം. ഉണങ്ങിയ മരച്ചില്ലകളും കരിയിലകളും നിറഞ്ഞ ഒരു പ്രദേശമായിരിക്കുക. ഏതാണ്ട് മരുഭൂമിക്ക് സമാനമായിട്ടൊരവസ്ഥ. തീ വിടർന്നു പിടിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇവിടെ കാട്ടുതീ പടരുമെന്നറിയാം, മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഇത് കണ്ടുപിടിക്കാനുള്ള വിദൂര ക്യാമറകളും ഒക്കെ ഉണ്ടായിരുന്നു. വിദൂര ക്യാമറകളും ഒക്കെ അവിടെ സ്ഥാപിക്കണം എന്നൊക്കെ നിർദ്ദേശമുണ്ടായിരുന്നു. വർഷാവർഷം ഇതിനു വേണ്ടി ബജറ്റിൽ തുക വകയിരുത്തുകയും നടപ്പാക്കുകയും വേണം. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അതിൽ ഗംഭീരമായിട്ടുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ആസൂത്രണം ചെയ്യുമ്പോൾ അതിലൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. ആ ഫലമാണ് ഇപ്പോൾ ഈ ദുരന്തമായിട്ട് അവിടെ നൃത്തം ചെയ്യുന്നത്, സംഹാരതാണ്ഡവം ആടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, കാലാവസ്ഥാ വ്യതിയാനം. അത് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും പോലെ അമേരിക്കയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണഭൂതൻ. അവിടുത്തെ ആഡംബര ത്തോടുള്ള ഭ്രമവും അവിടുത്തെ വ്യവസായങ്ങളും ഒക്കെ തന്നെയാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് പുക പടർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ താപനില ഉയർത്തുന്നതും ഓസോൺ പാളികളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ ഭൂമിയിൽ ചൂട് റേഡിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ചൂട് വളരെ കൂടിയ ചൂട് ഇതിന് തീർച്ചയായിട്ടും ആക്കം കൂട്ടും. ഉയർന്ന ഊഷ്മാവിലാണ് ഉയർന്ന തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതും കൂടാതെ സാനിയ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് അവിടെ വീശിയടിക്കുകയാണ്. അപ്പോൾ കാറ്റും ചൂടും കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വളരെ വിഹ്വലമായിരിക്കും. ആ വിഹ്വലതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇത്രയധികം ശ്രദ്ധ നേരാൻ കാരണം ഇതുപോലെ തീകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട സിനിമാ നടന്മാരെ, അതുപോലെ തന്നെ ലോക ഐക്കോണുകളായിട്ടുള്ള നടികൾ ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് ആന്റണി ഹോപ്കിൻസ്, മെൽ ഗിബ്സൺ, ആർണോൾഡ് ഷ്വാസ്നേഗർ, മസിൽ പവറുള്ള മനുഷ്യനായിട്ട് ഒരു ഐക്കോണായിട്ട് ജനങ്ങൾ കണ്ടിട്ടുള്ള, ഏറ്റവും ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിലെ പോലെ നായകനെ പോലെ തന്നെ പ്രസിദ്ധി നേടിയ, തോക്കും കൊണ്ട് അഭിനയം നടത്തിയിരുന്നു, മസിൽ കൊണ്ട് അഭിനയിച്ചിരുന്ന ആൾ, ഒരു ഐക്കണായിരുന്നു, വേൾഡ് ഐക്കണായിരുന്നു. അതുപോലെ പാരിസ് ഹിൽട്ടൺ അഭിനേത്രി, മാൻഡി മൂർ, ഇവരൊക്കെ താമസിച്ചിരുന്ന വീടുകൾ നശിച്ച് കത്തിച്ചാമ്പലാവുന്ന അവർ തന്നെ കണ്ടു. അഭിനയമല്ലായിരുന്നു, കണ്ണിൽ കൂടി വെള്ളം വന്നു അഭിനയിച്ചതല്ലത്, ജീവിതം പച്ച യാഥാർത്ഥ്യം കാണുക. ആ പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മലബാർ ഹിൽസ് എന്നും പറഞ്ഞ്, കേരളത്തിലല്ല, മുംബൈയിലൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ അമിതാഭ് ബച്ചനൊക്കെ താമസിക്കുന്നത്. മനോഹരമായ സ്ഥലം, ജുഹു ബീച്ചിൻ്റെ തീരത്തായിട്ടാണ്. അപ്പോൾ അത് വളരെ മനോഹരമായ സ്ഥലം അവർ തിരഞ്ഞെടുത്തു താമസിക്കാൻ വേണ്ടി. അതുപോലൊരു സ്ഥലമാണ് ഇപ്പോൾ കത്തി നശിച്ചു പോയിരിക്കുന്നത്. അവിടുത്തെ വന ശീതളിമയാണ്, ആദിമ വന്യ നിഗൂഢതകളല്ല. അതാണ് തുടക്കം മുതലുള്ള ഞാൻ ചോദിച്ചതുപോലെ, എന്തുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല? ഇത്രയും മണിക്കൂറുകളായിട്ടുണ്ടല്ലോ, ഇപ്പോഴും നിയന്ത്രിക്കുന്നില്ല. അത് കാട്ടുതീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വാർത്തകളെ പറ്റി പറയാറുണ്ടല്ലോ, കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പോലെ. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വെള്ളം ഒഴിച്ചാലും ഒന്നും കെടില്ല. അവരുടെ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ വെച്ച് ചെയ്താലും അത് തകരില്ല, കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇത് കത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫയർ ഫൈറ്റിംഗ് സംവിധാനം കൊണ്ടോ അഗ്നിശമന സേനാ യന്ത്രങ്ങൾ കൊണ്ടോ ഒന്നും എത്താൻ പറ്റില്ല. അതുപോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വൻ തീപിടുത്തമാണ്. ഇത്ര നോക്കൂ, 161 ചതുരശ്ര കിലോമീറ്ററിലാണ് തീ പടർന്നിരിക്കുന്നത്. അപ്പോൾ എത്ര അഗ്നിശമന യന്ത്രങ്ങൾ വേണ്ടി വരും?
ഇപ്പോൾ ഒരു മരമോ ഒരു വീടോ ആണെങ്കിലാണ് നമ്മൾ അഗ്നിശമന യന്ത്രങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക, ഞാനീ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ളവയുടെ സഹായത്തോടു കൂടി മുൻകൂട്ടി കണ്ടെത്തണമായിരുന്നു. അതിന് ബജറ്റിൽ പണം വേണം. ആ ബജറ്റിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പണം ഉൾക്കൊള്ളിച്ചിട്ടില്ല. പിന്നെ ഈ കാലാവസ്ഥയുടെ മാറ്റം നമ്മുടെയൊക്കെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് AI കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല കാലാവസ്ഥാ മാറ്റത്തെ. AI ഒക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. പ്രകൃതിയെ ഒന്നും കീഴടക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും വലുതാണ് പ്രകൃതി ശക്തികളെ കീഴടക്കാമെന്ന്. പറ്റില്ല, നിങ്ങൾക്കത് കഴിയില്ല. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ വരുന്ന ആളെന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഈ കാട് നശിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. നമ്മൾ പരിസ്ഥിതിയെ ബഹുമാനിക്കണം. ഡൊണാൾഡ് ട്രംപ് ഗാസയെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് അമേരിക്കയിൽ തീപിടുത്തമെന്നാണ് ഗാസയിൽ സ്നേഹിക്കുന്നവർ. അത് അന്ധവിശ്വാസം, മറ്റൊരു അന്ധവിശ്വാസമാണ്. ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഭാരതീയമായ അന്ധവിശ്വാസം ഉണ്ടല്ലോ. നമ്മളൊരു മരം വെട്ടുന്നതിന് മുമ്പ് മരത്തെ അനുവാദം ചോദിക്കുക. നമ്മൾ പ്രകൃതിയെ, നമ്മുടെ സനാതന ധർമ്മം തന്നെ പ്രകൃതിയിൽ നിന്ന് ഏറ്റവും കുറച്ച് മാത്രം ഉപഭോഗം നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം എടുക്കുക. ആ ഒരു തത്വമാണ് ശരിയായിട്ടുള്ള. അത് അന്ധവിശ്വാസമാണെങ്കിൽ ആ അന്ധവിശ്വാസമാണ് ലോകത്തെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ലളിതവുമായ മാർഗം. ഇതങ്ങ് ആഡംബര ഭ്രമത്തിൽ അവരുടെ വരുമാനം എത്ര, ചെലവാക്കുന്നത് എത്ര, ഉപഭോഗ സാമ്രാജ്യമാണ്. ഉപഭോഗ സാമ്രാജ്യം. അത് മയക്കുമരുന്ന് വരെ വരും. എല്ലാ സുഖങ്ങളും അവർക്ക് വേണം. അതിനുവേണ്ടി എല്ലാം ഇല്ലാതാക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാടുകളെയൊക്കെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. വീടുകളും സംരക്ഷിച്ചേനെയും ഈ കാടുകളുടെ അകത്ത് പോയി വീടുകൾ വെക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടും ഈ ആഡംബരം കൂടുതലായിട്ട് കാണിക്കുന്നത് കൊണ്ടും അവിടെ ഈ ന്യൂയോർക്കിൽ തന്നെ അസഹനീയമായ ചൂടാണ്. അമേരിക്കയിലെ പല പ്രദേശങ്ങളിലും കൊടും ചൂടാണ്. പണ്ട് മഹാശൈത്യം അനുഭവപ്പെട്ടിരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ കാലാവസ്ഥ തകിടം മറിച്ച് കഴിഞ്ഞു അമേരിക്കയിലെ അവരുടെ അത്യാഗ്രഹം കൊണ്ട്. അത് തീർച്ചയായിട്ടും അതിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആഞ്ഞടിച്ചു വീശുന്ന കാറ്റിനെ പക്ഷേ പ്രവചിച്ചിട്ട് നമുക്ക് കാറ്റ് വരുമ്പോൾ ഈ തീ ഉണ്ടാകുമെന്നൊരു വിചാരം ഉണ്ടാവേണ്ടതായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഹോളിവുഡ് നടന്മാരെന്ന് അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഡോളറാണ് പ്രതിദിനം ഒരു ഷോട്ട് അഭിനയിക്കുന്നതിന് വരെ. അവരാവശ്യപ്പെടുന്ന തുക ലഭിക്കും. അതിസമ്പന്നന്മാരുടെ പട്ടികയിലാണ് അവർ വരുന്നത്. അവർക്ക് ഈ വീടുകൾ ഫയർ ഫൈറ്റിംഗ് സംവിധാനമുള്ളതായിട്ട് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. തീ പിടിക്കാത്ത സാധനങ്ങളുണ്ട്. ഭൂമിയിൽ എല്ലാ വസ്തുക്കളും തീ പിടിക്കുന്നവയല്ല. തീ പിടിക്കാത്ത വസ്തുക്കൾ കൊണ്ട് വലിയ ചിലവാണ്. അത്തരം വീടുകൾ അവർ നിർമ്മിക്കണമായിരുന്നു. അങ്ങനെ അവരുടെ വീടുകളെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. പല വീടുകളെയും രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. പിന്നെ അമേരിക്കൻ ഗവൺമെൻറ്റിന് അത്തരം ഒരു മതിൽ തീർത്തിരുന്നെങ്കിൽ ഈ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് ഈ കാട്ടുതീ വലിയ ചിലവാണത് കേട്ടോ. അമേരിക്കയെ പോലൊരു രാജ്യത്തിനെ പറ്റും. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്തരം ഒരു ഫയർ ഫൈറ്റിംഗ് മതിൽ കെട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ തീ ഇങ്ങോട്ട് റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പടർന്നു പിടിക്കുന്നത് ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ ഇപ്പോൾ നോക്കൂ, അതിൻ്റെ കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന ആ നഗരത്തിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 1299 ചതുരശ്ര കിലോമീറ്ററാണ്. പോയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 161 ചതുരശ്ര കിലോമീറ്റർ. ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. ഇതിവിടെ ഒന്നും നിൽക്കില്ല. മാസങ്ങളോളം നിൽക്കും ഈ തീ. അങ്ങനെയാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. അതുപോലെ ഒരു തീ മാത്രമല്ല, ഇത് 2 പേരിൽ അറിയപ്പെടുന്ന തീകളുണ്ട്. ഒന്ന് പാലിസേഡ്സ് 3, ഏതാണ്ട് 20,000 ഏക്കറിൽ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈറ്റൺ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരും കൂടാണ്. അത് ഏതാണ്ട് 14,000 ഏക്കറിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. 3% സ്ഥലത്ത് മാത്രമാണ് നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 97% പ്രദേശങ്ങളിലും ഈ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. സാൻ ഫ്രാൻസിസ്കോ സംസ്ഥാനത്തിൻ്റെ അത്രയുമുള്ള പ്രദേശം ഇപ്പോൾ തീയെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് പടർന്നു പിടിക്കുകയാണെങ്കിൽ ഇത് തീരുമ്പോഴത്തേക്കും അടുത്ത 2 സംസ്ഥാനങ്ങൾ കൂടി ഇത് വിഴുങ്ങാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ നഷ്ടമെന്ന് പറയുന്നത്, ചിലവാക്കിയ തുകയെന്ന് പറയുന്നത്, നഷ്ടം ഇതല്ല, 176 കോടി ഡോളർ ഇപ്പോൾ തന്നെ അവർക്ക് $176 കോടി അവർക്കിപ്പോൾ ഇതിനോടകം തന്നെ ചിലവായിട്ടുണ്ട്. ഇവിടെ നിന്ന് നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അഗ്നിശമനയേന നമ്മുടെ ഒരു സംവിധാനം കൊണ്ടും തടയാൻ പറ്റാത്ത ഒരു കാട്ടുതീ തന്നെ അടങ്ങുകയേ രക്ഷയുള്ളൂ. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുമ്പോൾ വിമാനങ്ങളിൽ പോയിട്ട് തീ അണയ്ക്കാനുള്ള വെള്ളം ചീറ്റുക, അങ്ങനെയുള്ള മിക്സ്ചറുകൾ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടുള്ള മിക്സ്ചറുകൾ അവിടെ നമ്മുടെ ഈ
അഗ്നിശമന യന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നതൊക്കെ വിതറുക. പരിമിതമായ തോതിലേ അത് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. കുറച്ച് നാളിനകം അത് ട്രംപ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒതുങ്ങിക്കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.